ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കറണ്ട് അഫെയർ സീരീസിലെ 8ാമത്തെ ക്ലാസ്സാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് വനിതാ രത്ന പുരസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വനിതാ രത്ന പുരസ്കാരത്തെക്കുറിച്ചാണ്. അവർ നേടിയ വനിതകളെയും അവരുടെ സംഭാവനകളെയുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ സംഭാവന വളരെയധികം പ്രാധാന്യമാണ്. വനിതാ രത്ന പുരസ്കാരം എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെയധികം സമഗ്രമായിട്ടുള്ള സംഭാവനകൾ നൽകുന്ന വനിതകൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന അവർ നൽകിയ സംഭാവനകളെല്ലാം പരിഗണിച്ചുകൊണ്ട് കേരള സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരമാണ് വനിതാ രത്ന പുരസ്കാരം എന്ന് പറയുന്നത്. 2025 ഈ പുരസ്കാരം അനൗൺസ് ചെയ്തിരുന്നു. അതിൽ 6 വ്യക്തികൾക്ക് എന്ത് ചെയ്തിരുന്നു, ഈ ഒരു പുരസ്കാരം നേടിയിരുന്നു. അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ടി ദേവിയാണ്. അവരുടെ സംഭാവന എന്ന് പറയുന്നത് വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നപരിഹാരത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെ സ്ത്രീകളുടെ സാമൂഹിക മുന്നേറ്റത്തിന് നൽകിയ മികച്ച സംഭാവന. ഓർത്തു വയ്ക്കുക, വയനാട്ടിലെ അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പഠനങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനയാണ് എന്ത് ചെയ്തത്, ടി ദേവിനെ ഈ ഒരു വനിതാ രത്ന പുരസ്കാരത്തിന് വേണ്ടിയിട്ട് അർഹയാക്കിയത്. ടി ദേവി എന്നാണ് അവരുടെ പേര്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കെ വാസന്തിയാണ്. അവരുടെ സംഭാവന എന്ന് പറയുന്നത് അത്ലറ്റിക് മീറ്റുകളിൽ ഒട്ടേറെ ദേശീയ അന്താരാഷ്ട്ര നേട്ടങ്ങൾ നേടിയ വ്യക്തിയാണ്. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്, കാരണം എന്താണ്, അത്ലറ്റിക്സിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ വാസന്തി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഷെറിൻ ഷഹാനയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ച വനിത. ഇവരുടെ ഒരു നേട്ടങ്ങളും കാര്യങ്ങളും എല്ലാം പത്രങ്ങളിൽ ഒരുപാട് ചർച്ചയായിരുന്നു, മാധ്യമങ്ങളിലും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ ഷഹാന എന്നുള്ള പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അവർക്ക് സിവിൽ സർവീസ്, അവരുടെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് സിവിൽ സർവീസിൽ മികച്ച വിജയം നേടിയ വ്യക്തിയാണ് ഷെറിൻ ഷഹാന. ആ ഒരു നേട്ടം അംഗീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വനിതാ രത്ന പുരസ്കാരം അവർക്ക് നൽകിയിട്ടുള്ളത്. AN വിനയ, ഈ ഒരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഒരു സംഭാവന എന്ന് പറയുന്നത് യൂണിഫോം ഏകീകരണവും ഒന്നിച്ചുള്ള പരിശീലനവും പോലീസ് വാഹനത്തിലെ ഡ്രൈവർ ജോലിയും ഉൾപ്പെടെ 33 വർഷം ജോലി ചെയ്ത പോലീസ് സേനയിലും, അവർ പോലീസ് സേനയിലായിരുന്നു ജോലി ചെയ്തിരുന്നതെന്ന് ഓർത്തു വയ്ക്കുക, സമൂഹത്തിലും ലിംഗനീതി നടപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം, പേരും ഓർത്തു വെക്കണം. AN വിനയ, അതായത് പോലീസ് സേനയിലെ 33 വർഷത്തെ സേവനത്തിൽ യൂണിഫോം ഏകീകരണം, അതുപോലെ ഒന്നിച്ചുള്ള പരിശീലനം, ഡ്രൈവിംഗ് ജോലി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്ത് വന്നിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു സംഭാവന അവർ നൽകിയിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം AN വിനയയ്ക്ക് നൽകിയിട്ടുള്ളത്. ഡോക്ടർ നന്ദിനി കെ കുമാർ, അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് US മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കമ്മീഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് എത്തിക്കൽ ഇഷ്യൂസ് അംഗവും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ ട്രസ്റ്റ് ഡയറക്ടർ ജനറലും ആയിരുന്നു. ഓർത്തു വെച്ചാൽ മതി, പേര് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കണം. ഡോക്ടർ നന്ദിനി കെ കുമാർ, അതായത് ബറാക് ഒബാമയുടെ കമ്മീഷൻ ഫോർ എത്തിക്കൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മീഷൻ ഉണ്ട്, അതിലെ അംഗങ്ങളും അതുപോലെ തന്നെ ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിലെ ഡയറക്ടർ ജനറലും ആയിരുന്നു. ഈ 2 മേഖലകളിലെ സജീവ പ്രവർത്തനം പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വനിതാ രത്ന പുരസ്കാരം നൽകിയിട്ടുള്ളത്. അവസാനത്തെ ഒരു അവാർഡ് വിന്നർ എന്ന് പറയുന്നത് VK മേദിനിയാണ്. അവർക്ക് അവാർഡ് നൽകിയിട്ടുള്ളത് വിപ്ലവ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹിക പ്രവർത്തക. അപ്പോൾ വിപ്ലവ ഗാനങ്ങൾ രചിച്ചുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ, ഈ ഒരു 6 പേരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. അവരുടെ സംഭാവനകളും പ്രധാനമാണ്. ഇനിയുള്ള PSC പരീക്ഷകളിൽ ഇത് ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കേരള പുരസ്കാരമൊക്കെ പഠിച്ചിരുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് വനിതാ രത്ന പുരസ്കാരം എന്ന് പറയുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. ഓക്കെ.